എന്താ ഇത്? ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു രഹസ്യവുമില്ലല്ലോ. ഇവളൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. നാഗകന്യകയുടെ ഒരു ലക്ഷണവും ഇവളിലില്ല. എന്താ സ്വാമിജി, അനനെ കൊണ്ട് മറ്റാർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അതോ മറ്റാരെങ്കിലും കൊണ്ട് അനനിക്ക് പ്രശ്നമുണ്ടോ? വീണ്ടും എനിക്ക് തെറ്റ് സംഭവിച്ചു. ഇവരെല്ലാവരും പറയുന്നത് കേട്ട ഇവളാണ് ആ നാഗകന്യകയെന്ന് ഞാൻ ധരിച്ചു. എന്നാൽ ഇതവളല്ല. അവളായിരുന്നെങ്കിൽ എന്റെ തപശക്തിക്ക് മുന്നിൽ അവൾ എപ്പോഴേ പരാജയപ്പെട്ടേനെ. ദയവായി എന്നോട് ക്ഷമിക്കൂ. ഇവൾ മൂലം ഈ ഭവനത്തിന് ഒരു അപകടവുമില്ല. അതേപോലെ ഇവൾക്കും മറ്റാരെയും കൊണ്ട് ഒരു ദോഷവുമില്ല. മംഗളം ഭവിക്കട്ടെ. ജയ് മഹാകാല. ഞാൻ ഏറെ നാളായി ഒരു രഹസ്യം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഭവനത്തിലുണ്ടാകുമെന്ന് കരുതി. പക്ഷേ അത് ഈ ഭവനത്തിലില്ല. നിങ്ങൾക്ക് നല്ലത് ഭവിക്കട്ടെ. ജയ് മഹാകാല. ദേവന്റെ ശക്തിക്ക് മുന്നിൽ നീ തോറ്റുപോയി ഭൈരവ, തോറ്റുപോയി. നീ ഇപ്പോ പോയാൽ ആ ദുർമന്ത്രവാദി ഭൈരവൻ നിന്നെ എന്നേക്കുമായി ബന്ധനസ്ഥയാക്കും. അത്രമാത്രം. ഇപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ലക്ഷ്യം നിറവേറുന്നത് വരെ ഞാൻ ആരാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് വന്നതെന്നും ആരും അറിയാൻ പാടില്ല. നിങ്ങളാണ് എന്നെ സംരക്ഷിക്കേണ്ടത്. ശരി, എല്ലാം അദ്ദേഹത്തിന്റെ ഇച്ഛ പോലെ നടക്കട്ടെ. അന്യായം നടക്കുമ്പോൾ, ആക്രമണങ്ങൾ സംഭവിക്കുമ്പോഴും, ധർമ്മമില്ലാതെയാകുമ്പോഴും ഭഗവാൻ അവതാരം എടുക്കുന്നത് പോലെ ഇതാ ശേഷ 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 വാ. ശേഷ വരൂ.
നീ എനിക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യണം. നിന്റെ സഹായം ആവശ്യമുണ്ട്. എന്റെ പേര് ശേഷ എന്നാണ്. ഞാനൊരു ഇച്ഛാധാരി നാഗകന്യക. എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാം. അങ്ങേക്ക് എന്ത് സഹായം വേണമെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്തു തരാം. ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അനന്യയുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്. നാഗമാണിക്യം കണ്ടുപിടിക്കുന്നതിൽ എന്റെ ഒരു ചെറിയ പങ്കും ഇരിക്കട്ടെ. മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും മനുഷ്യഭാവനകളും മനുഷ്യരുടെ ആഗ്രഹങ്ങളുമെല്ലാം ഈ നാഗകന്യകയ്ക്കുള്ളിൽ നിറയട്ടെ. ഏതൊരു നല്ല കാര്യത്തിനും എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകുമെന്നത് വീണ്ടും ഒരു സത്യമായി തീരട്ടെ. ഒരു ദുഷ്ടശക്തികളുടെ കണ്ണുകളിലും നീ നാഗകന്യകയാണ്. നേരം സ്വാമിജി നമ്മളെല്ലാം ശരിക്കും ഭയപ്പെടുത്തി കളഞ്ഞു. ഈ വീട്ടിൽ എന്താണ് പ്രശ്നമുള്ളതെന്ന് പറയാതെ അനന്യ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും എന്തുമാത്രം പേടിച്ചു പോയെന്നറിയോ? ഒരു 10 തവണയെങ്കിലും ചോദിച്ചു കാണും, നീ എപ്പോഴാ വരാന്ന്. എനിക്ക് തോന്നുന്നു അദ്ദേഹം മറ്റെന്തോ അന്വേഷിച്ചു വന്നതാണെന്ന്. പക്ഷേ അതൊരിക്കലും അയാൾക്ക് കിട്ടില്ല. ഒരിക്കലും കിട്ടില്ലെന്നോ? നീ എന്തൊക്കെയായി പറയുന്ന അനന്യ? അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് നിനക്കറിയാമോ? പറയൂ അനന്യ, ആ സ്വാമിജിയെ നിനക്ക് നേരത്തെ അറിയോ? ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം? പറയ അനന്യ, ഞങ്ങള് നിന്നോടാ ചോദിക്കുന്നത്. അയാൾക്ക് വേറെന്തായിരിക്കും വേണ്ടത്? അയാളെ കാണുമ്പോ തന്നെ എനിക്ക് നല്ല ആളായിട്ട് തോന്നുന്നില്ല. ഇതുപോലെ മോശമായ ആളുകൾക്ക് ഒന്നേ ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ: ശക്തി. അത് സ്വന്തമാക്കാൻ വേണ്ടി ഇതുപോലുള്ള ആളുകൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കില്ല. പക്ഷേ അതിനുള്ള അവസരം ഈശ്വരൻ അവർക്ക് കൊടുക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് ആവശ്യമുള്ളത് കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. അത് സത്യം അനന്യേ, പക്ഷെ ഞങ്ങള് ഭയന്നതും സത്യമാ. അനന്യ, താൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇതാണ് അർജുൻ അനന്യെ സേഫായിട്ട് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞത്. നിന്നെ വിശ്വസിച്ച അത്രേ ഉള്ളൂ. അയ്യോ ഇല്ല, വരുന്ന വഴിക്ക് ഒരു സ്വാമിജിയെ കണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനന്യോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്കും സ്വാമിജിയും കാണാനില്ല, അനന്യയും കാണുന്നില്ല. ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാൻ ആകെ പേടിച്ചു പോയി. അത് എന്റെ ഉത്തരവാദിത്വമല്ലേ? നിങ്ങള് എന്നെ വിശ്വസിച്ചല്ലേ അനന്യ എന്റെ കൂടെ പറഞ്ഞയച്ചത്? എനിക്ക് തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പൊ കാലം വളരെ മോശമല്ലേ. അർജുൻ, 1-2 പ്ലാൻസ് ഫൈനലൈസ് ചെയ്യണം. വാ. ശരി സർ. അനന്യ, വാ, നിനക്ക് കോഫി ഉണ്ടാക്കി തരാം. ഞാൻ വന്ന കാര്യം കഴിഞ്ഞു. എനിക്ക് ഉടനെ തന്നെ പോകണം.
എന്റെ രൂപത്തിൽ എന്തിനു വന്നു? എന്താണ് നിന്റെ ഉദ്ദേശം? ഈ അനന്യ എങ്ങോട്ടായിരിക്കും പോയത്? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. നീ എന്താവശ്യത്തിന് ഇവിടെ വന്നത്? നീ ഏതാടി മായക്കാരി? എന്താ നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശക്തി നിനക്കെന്താ ഇല്ലേ? പോയ കാര്യം പൂർത്തിയായി. ഒരു നല്ല കാര്യത്തിനു വേണ്ടി നിന്നാൽ കഴിയുന്ന സഹായമൊക്കെ നീ ചെയ്തു കഴിഞ്ഞു. ഇനി സമയമാകുമ്പോൾ മറ്റൊരു നല്ല കാര്യത്തിന് നിന്റെ സഹായം വേണ്ടിവരും. തൽക്കാലം മടങ്ങി വരൂ. ഞാൻ വന്ന കാര്യം എന്തായാലും കഴിഞ്ഞു. ഒരു മോശം സമയത്ത് ഞാൻ നിന്നെ വീണ്ടും സഹായിക്കും. എന്റെ അനന്യ, ഞാൻ തന്നെ ഈ വീട് മുഴുവനും തിരയായിരുന്നു. താൻ ഇവിടെ എന്ത് ചെയ്യാ? താൻ അകത്തുകൊണ്ട് പുറത്തുകൊണ്ട് തലയ്ക്ക് മീതെ നോക്കിയ ആകാശത്തിലെ ചന്ദ്രനിലും തന്നെ കാണാൻ പറ്റും. താൻ ഈ കാമുകൻ എന്താ ചെയ്തേ? ബുദ്ധി സ്ഥിരതയില്ലെന്ന് തോന്നുന്നു. താൻ ആദ്യം പോയി അത് ശരിയാക്കാൻ നോക്ക്. ഈ സുന്ദരിയുടെ മുഖം കണ്ടതിന് ശേഷമാ എന്റെ ബുദ്ധി ആകെ തിരിഞ്ഞു പോയത്. അതിനി ശരിയാക്കണമെന്നുണ്ടെങ്കിൽ താൻ എനിക്കൊരു അതെ. എടോ അനന്യ, എടോ നിക്കം. ഇനി കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് അനന്യോടൊന്ന് സംസാരിച്ചേ പറ്റൂ. ഒരുപക്ഷെ എന്റെ ബോസ് ഇവിടുന്ന് പോവാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ. അർജുൻ, ഇന്നത്തെ അർജുന്റെ ജോലികളെല്ലാം കഴിഞ്ഞില്ലേ? എങ്കിലേ ഇപ്പൊ പൊയ്ക്കോളൂ. നാളെ രാവിലെ ഇവിടെ വന്നാൽ മതി. നമുക്ക് ഒന്നിച്ച് ഓഫീസിലേക്ക് പോവാം. സാർ, അത് എന്ത് കള്ളം പറയണമെന്ന് ഇപ്പൊ പിടികിട്ടുന്നില്ലല്ലോ. അതാ പറയുന്നേ, കള്ളം പറയാനും നമ്മൾ പഠിക്കണമെന്ന്. അത് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പരിങ്ങേണ്ടി വരില്ലായിരുന്നു. നീ ഒരു മണ്ടൻ തന്നെയാണ് അർജുൻ. ഞാനിപ്പോ എന്ത് കള്ളവാ പറയാ? അനനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് കൊണ്ടുവരണം. പിന്നെ അവളുടെ ഫോൺ നമ്പറും വാങ്ങിക്കണം. അർജുൻ, എന്തോ പറയാനുള്ളത് പോലെ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? അർജുന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്റെ എന്തെങ്കിലും ഹെൽപ്പ് അർജുൻ വേണോ? നോ, അങ്ങനെയൊന്നും അല്ല സർ. എന്നാ ശരി സർ, ഞാൻ ഇറങ്ങുക. ബൈ. അർജുൻ, ഒരു മിനിറ്റ്. അർജുൻ, ഞങ്ങളുണ്ടാക്കുന്ന കോഫി നിനക്ക് വളരെ ഇഷ്ടമല്ലേ? അതെ മാഡം, ഇവിടുത്തെ കോഫി എന്തോ സൂപ്പർ ടേസ്റ്റാ. അർജുന് വീട്ടിൽ പോകാൻ തിടുക്കമൊന്നും ഇല്ലെങ്കിൽ 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഇവിടുന്ന് കോഫി കുടിച്ചിട്ട് പോ. സോറി അർജുൻ, ഞാനത് ചോദിക്കാൻ മറന്നുപോയി. കോഫി കുടിച്ചിട്ട് പോയാൽ മതി. അർജുന് വേറെ അർജന്റ് ജോലിയൊന്നുമില്ലല്ലോ? ഇല്ല സർ, പോയിട്ട് എനിക്ക് വേറെ ഒരു തിരക്കുമില്ല. ഇവിടെ വന്നു പോകുന്നത് മാത്രം എന്റെ പ്രധാന ജോലി. വേറെ ഒന്നുമില്ല സർ. ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഗുഡ്. സരോജ, എനിക്കും വേണം ഒരു കപ്പ് കോഫി. ശരി ഏട്ടാ. അർജുൻ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. ആഹാ, എന്റെ അമ്മായി ദൈവത്തെ പോലെ വന്ന് എന്നിപ്പോ രക്ഷിച്ചിരിക്കുക. ഇല്ലെങ്കിൽ അനന്യോട് സംസാരിക്കാതെ പോവേണ്ടി വരുമായിരുന്നു. ഇതെല്ലാം എന്റെ പൂർവ്വജന്മത്തിലെ പുണ്യം തന്നെയാ. അനന്യെ കല്യാണം കഴിക്കണമെന്നുള്ള എന്റെ ആഗ്രഹത്തിന് ആ മഹാദേവൻ എനിക്ക് ഇങ്ങനെയുള്ള ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. താങ്ക്സ് ഗോഡ്.
നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മനസ്സിനിപ്പോ വലിയ സങ്കടമാവുമായിരുന്നു. അവളെ നേടാനുള്ള വഴിയില് മുള്ളുകളുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാ ആ മുള്ളിനെ പോലും പുഷ്പങ്ങളാക്കാനുള്ള ശക്തി അങ്ങേക്ക് മാത്രമേ ഉള്ളൂ. ബോസ് വരുന്നതിന് മുന്നേ പോയി എന്റെ പ്രണയിനോട് സംസാരിച്ചിട്ട് വരാം. ഐ മീൻ എന്റെ അനന്യയോട്. രുദ്ര, അങ്ങനെയാണെങ്കിൽ ആ നാഗകന്യക നമ്മളിൽ ഒരാളെ അന്വേഷിച്ചു വന്നത് ശരിയായിരിക്കുമോ? പേടിക്കാനും മാത്രം ഒന്നുമില്ല. ആ നാഗകന്യകയ്ക്ക് നമ്മൾ അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഇച്ഛാധാരി നാഗകന്യക നമുക്കിന്ന് ലഭിച്ചാൽ അവളിരിക്കുന്ന സ്ഥലവും നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലായാൽ അവളുടെ മരണം ഇന്ന് തന്നെ. ആ നാഗകന്യകയുടെ മരണത്തിനായി നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നത് ഇന്ന് നമ്മളുടെ കൺമുമ്പിൽ നടക്കും. അതും ഇന്നെന്റെ കൈകൾ കൊണ്ട്. രുദ്ര, ആ നാഗകന്യക ഒരു പ്രതികാരദാഹിയാണ്. അവള് സ്വന്തം രൂപത്തിലല്ലാതെ വേറൊരു രൂപത്തിൽ വന്നാൽ അപ്പോൾ എങ്ങനെ അവളെ കണ്ടുപിടിക്കും? കറക്റ്റ്. നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അതിനുള്ള ഏർപ്പാടുകളെല്ലാം സ്വാമി ചെയ്തിട്ടുണ്ട്. എന്ത് ഏർപ്പാടാ ചെയ്തിട്ടുള്ളേ? ഇതെന്താണെന്നാണോ നീ ആലോചിക്കുന്നത്? ഇത് സ്വാമിജി പൂജിച്ചു തന്ന നാഗവശീകരണ ഭസ്മമാണ്. ആ നാഗകന്യക ഏത് രൂപത്തിൽ വന്നാലും ഇതവളുടെ ശരീരത്തിൽ വിതറിയാൽ മാത്രം മതി. അവൾ തന്റെ സ്വരൂപത്തിലേക്ക് മാറും. നീ പറഞ്ഞതുപോലെ അവൾ ഇന്നത്തെ പാർട്ടിയില് ഏത് രൂപത്തിൽ വേണമെങ്കിലും വന്നേക്കാം. അവിടെ നിനക്ക് ആരെങ്കിലും സംശയം തോന്നിയാൽ പെട്ടെന്ന് തന്നെ ഈ ഭസ്മന്മാരുടെ ദേഹത്ത് വിതറിയേക്കാം. എങ്കിൽ അവൾ ഉടൻ തന്നെ നമ്മുടെ വലയിൽ വീണിരിക്കും. ശരി രുദ്ര, നീ ആ ഭസ്മത്തിൽ കുറച്ച് എനിക്ക് കൂടി തരൂ. എന്നാൽ നാഗകന്യയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. പക്ഷേ രാജു എന്ത് ചെയ്യും? അവന് അത്യാവശ്യമായി എന്തോ ജോലിയുണ്ട്, വൈകിട്ട് പാർട്ടിയിൽ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഭസ്മം അവനെ എങ്ങനെ ഏൽപ്പിക്കാനാ? അല്ലെങ്കിലേ അവനൊരു പേടിത്തൊണ്ടനാ. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. രാജു പാർട്ടിയിലെത്തിയാലുടൻ ഈ പൊടി ഞാൻ തന്നെ നേരിട്ട് അവന് കൊടുക്കും. ഇത് നീ വച്ചോ. കുറച്ച് നീ സുരേഷിനും കൊടുക്ക. അപ്പോൾ വൈകുന്നേരം പാർട്ടിയിൽ വെച്ച് കാണാം. ശരി രുദ്ര, അപ്പൊ ഞാൻ പൊക്കോട്ടെ. നാഗകന്യകെ, നീ ഇത്രയും നാള് എന്നെ പറ്റിച്ച് രക്ഷപ്പെടുകയായിരുന്നില്ലേ? ഇന്ന് നീ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. ഇന്നിവിടെ നീയോ ഞാനോ ആരാ ജയിക്കുന്നെന്ന് നോക്കാം. നോക്കാൻ അന്യ, ഇന്നെന്റെ ബർത്ത്ഡേക്ക് വരണം. താൻ എന്റെ ബർത്ത്ഡേക്ക് വന്നാ അതെനിക്ക് ഒരുപാട് സന്തോഷമാവും. താൻ എനിക്ക് ഒരു ഗിഫ്റ്റും വാങ്ങണ്ട. താൻ വരുന്നതിന് എനിക്കൊരു വലിയ ഗിഫ്റ്റാ. പ്ലീസ് അനന്യ, ഇതിന്റെ ഹംബിൾ റിക്വസ്റ്റ് ആയിട്ട് കണ്ട് ഈവനിങ് ബർത്ത്ഡേ പാർട്ടിക്ക് വരണം. താൻ എന്നെ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും എന്തിനിങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത്? ഞാൻ എന്തിനാ തന്റെ ബർത്ത്ഡേക്ക് വരുന്നത്? അതിന് ഞാൻ തന്റെ ഫ്രണ്ടാണോ അതോ ഞാൻ തന്റെ ബന്ധുവാണോ? എന്താ അനന്യ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യമായിട്ട് ഞാൻ തന്നെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നത്. സ്നേഹം എന്ന് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളെക്കാളും വലുതാ അത്. നമ്മുടെ ഈ സ്നേഹബന്ധം ഉണ്ടല്ലോ, അത് ഈ ജന്മത്തിൽ മാത്രമല്ല, വരുന്ന 7 ജന്മങ്ങളിലും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ചോദിക്കുന്നത്, ഇന്ന് താൻ എൻ്റെ ബർത്ത്ഡേക്ക് വന്ന അമ്മയ്ക്കും മുത്തശ്ശിക്കും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയും. എന്താ ഇത് അർജുൻ? ഞാൻ പറയുന്നത് തനിക്ക് എന്താ മനസ്സിലാവാത്തത്? ഞാൻ തന്നെ